ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ആൻഡ് കമ്പനി ലിമിറ്റഡ് IFCL നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് ഗ്രേഡ് എ അസിസ്റ്റന്റ് മാനേജറിലേക്കാണ് റെഗുലർ ബേസിസിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക March 18, 2026 ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് April 10, 2026 ആണ് ഓർത്തിരിക്കുക. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് May, June 2026 ഇനി ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് June, Julyയിലാണ്. ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് July, Augustലാണെന്ന് ഓർത്തിരിക്കാം. ഇനി അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ എന്ന് പറയുന്നത് ടോട്ടൽ വേക്കൻസിയാണ് 33 ടോട്ടൽ വേക്കൻസി എന്ന് ഓർത്തിരിക്കാം. അതിൽ 11 വേക്കൻസി ജനറൽ കാറ്റഗറിക്ക്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 8 വേക്കൻസി, STക്ക് 2 വേക്കൻസി, OBCക്ക് 6 വേക്കൻസി, EWSന് 6 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 33 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നോക്കാം. ബേസിക് സാലറി എന്ന് പറയുന്നത് 44,500 പ്ലസ് നിങ്ങൾക്ക് മറ്റുള്ള അലവൻസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28/2026 ബേസ് ചെയ്തിട്ടാണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. സോ ബാക്കിയുള്ള കാൻഡിഡേറ്റിന് അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. ഇനി മിനിമം ക്വാളിഫിക്കേഷൻ നോക്കാം. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജേർണലിസ്റ്റ് ആണെങ്കിൽ 31 വേക്കൻസി ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് വന്നിരിക്കുന്നത്. സോ എസെൻഷ്യൽ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എനി ഡിസിപ്ലിൻ, ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ ലൈക്ക് LLB അല്ലെങ്കിൽ BA + LLB 5 വർഷത്തെ, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടേറിയറ്റ്, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CMA അതാണ്. അതുപോലെ ICWA, BTech, BA പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് ഓർത്തിരിക്കുക. പിന്നെ രണ്ടാമത് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ് 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, ഡിപ്ലോമ ഇൻ എൻവയോൺമെന്റ് മാനേജ്മെന്റ്, എൻവയോൺമെന്റൽ സയൻസ്, MSc ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഓർ സോഷ്യോളജി അല്ലെങ്കിൽ ആന്ത്രോപോളജി, എക്കണോമിക്സ് ഡെവലപ്മെന്റ് സർവീസ്. ഇത്രയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനും 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും phase 1. അതിനെ ബേസ് ചെയ്തിട്ട് phase 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്നിക്കൽ നിങ്ങളുടെ ബിഹേവിയർ ബേസിസിലുള്ള ഇന്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ phase 1ന്റെ എക്സാം ഉണ്ട്, ഓൺലൈൻ എക്സാം ആണ്. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കറണ്ട് അഫയേഴ്സ് ബേസിസ് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓർത്തിരിക്കുക. 100 മാർക്സിന് 60 മിനിറ്റ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. സിലബസ് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ ബേസ് ചെയ്യാമല്ലോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. സോ ഇനി ഓൺലൈൻ എക്സാം നമ്മുടെ കേരളത്തിലെ എക്സാം സെൻറ്റർ വരുന്നത് ട്രിവാൻഡ്രത്താണ്. കേരളത്തിലെ എക്സാം സെൻറ്റർ വരുന്നതെന്ന് ഓർത്തിരിക്കുക. സോ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയും എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം സെൽഫ് ഫോട്ടോകോപ്പീസ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടിഫൈഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് നിങ്ങൾ അതേപോലെ തന്നെ കോപ്പി ചെയ്യണം. ഒരു വൈറ്റ് പേപ്പറിൽ ഇവിടെ പറയുന്നുണ്ട് ഒരു വൈറ്റ് പേപ്പറിൽ ഈ സെന്റൻസ് I തൊട്ട് വാട്സ് ഓവർ വരെ നിങ്ങൾ കോപ്പി ചെയ്യണം ഒരു വൈറ്റ് പേപ്പറിൽ, എന്നിട്ട് അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അത് ഓർത്തിരിക്കുക. ഇനി എക്സാമിനേഷൻ ഫീസ് നോക്കാം. SC/ST PWD കാൻഡിഡേറ്റ് 100 രൂപയും അതേഴ്സ് ആയിട്ടുള്ള ജനറൽ EWS OBC കാൻഡിഡേറ്റിന് 600 രൂപയാണ് എക്സാം ഫീസ് എന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഈ പറയുന്നുള്ള ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി ലിമിറ്റഡിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. താങ്ക് യു.